പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരുന്ന് അവിടുന്ന് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിലാപം നൃത്തമാകുവാൻ ഒറ്റ നിമിഷം മതി. വിലാപ പന്തലിനെ വിരുന്നു പന്തലാക്കുവാൻ ദൈവത്തിനധികം സമയമൊന്നും വേണ്ട. ആരുടെയും ജീവിത സാഹചര്യം കണ്ട് അവരുടെ ഭാവി എന്താകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ നമ്മളുടെയും ഇപ്പോൾ വളരെ താഴ്ചയിലൂടെയൊക്കെ ആയിരിക്കാം പോകുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ദൈവം പെട്ടെന്ന് ക്ഷണത്തിൽ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അയക്കും. അവിടുന്ന് വിലാപങ്ങളെ നൃത്തമാക്കും. കാനാവിലെ കല്യാണത്തിന് യേശു കടന്നു ചെന്നു. യേശു അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിന്തിക്കുക, ആ വിരുന്ന് ഭവനം വിലാപ ഭവനമായി പോയേനെ. വീഞ്ഞു പോരാതെ വന്നപ്പോൾ അവിടുത്തെ ശൂന്യത നികത്തുവാൻ സകലത്തിൻ്റെയും ഉടമസ്ഥനും സൃഷ്ടാവുമായ യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിലാപമാണോ? സഹിക്കുവാൻ കഴിയാത്ത വേദനയാണോ? എങ്ങനെ ഇതിൽ നിന്നൊക്കെ പുറത്തു വരും എന്നാണോ ചിന്തിക്കുന്നത്? ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, യേശുനാഥന് ജീവിതത്തിൽ അനുവാദം കൊടുക്കുക. യേശു കർത്താവിന് ജീവിതത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കുക. മറ്റാരുടെയും ജീവിതത്തിൽ ചെയ്തതുപോലല്ല, വ്യത്യസ്തമായ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? അവിടെ ബെഥെസ്ദ കുളം എന്നൊരു കുളത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കുമല്ലേ? വിവിധ തരം രോഗികൾ വന്ന് ആ കുളക്കരയിൽ കിടക്കും. എന്ത് കണ്ടുകൊണ്ടാണെന്നറിയാമോ? കുളത്തിന് ഇളക്കം തട്ടുന്നത് കാത്ത് ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. അപ്പോൾ ആദ്യം ആ കുളത്തിൽ ആരിറങ്ങുന്നോ അവർ സൗഖ്യമാകും. മുടന്തരും കുരുടരും ക്ഷയരോഗികളും ഒക്കെ അങ്ങനെ വന്ന് കിടന്ന് സൗഖ്യമായി പോകുന്നുണ്ട്. എന്നാൽ ഏറിയ ചില വർഷങ്ങളായി അവിടെ കിടക്കുന്നൊരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അദ്ദേഹവും കുളത്തിൽ ഇറങ്ങി സൗഖ്യമാകുവാൻ കിടക്കുകയാണ്. മറ്റൊരു ഓപ്ഷനും ആ മനുഷ്യന് ഇല്ല. പക്ഷെ തൻ്റെ പ്രയാസം തന്നെ കുളത്തിൽ ഇറക്കാൻ ആരും ഇല്ല എന്നുള്ളതാ. എന്നാൽ ഇന്ന് അധ്യായം ധ്യാനിച്ചപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുകയായിരുന്നു. മറ്റുള്ളവരെ കണ്ട് അതുപോലെ എൻ്റെ ജീവിതത്തിലും സംഭവിക്കും, അങ്ങനായിരിക്കും വിടുതലുകൾ നടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് സ്വപ്നം കണ്ടിങ്ങനെ കിടക്കുന്ന മനുഷ്യനെ സാക്ഷാൽ സൗഖ്യമാക്കുവാൻ യേശു കർത്താവ് അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ പ്ലാൻസും അദ്ദേഹത്തിൻ്റെ തോട്ട്സുമൊക്കെ അവിടെ മാറിപ്പോയി. അദ്ദേഹം ചിന്തിക്കുന്നേ കുളം കലങ്ങുമ്പോൾ ഇറങ്ങി സൗഖ്യമാകണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജനനത്തിൽ തന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ച കർത്താവ് തൻ്റെ അരികിൽ വന്ന് തന്നെ സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിലെ രോഗം ഇങ്ങനെ സൗഖ്യമാകുമായിരിക്കും. ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഒരു വിടുതൽ കണ്ടേക്കാം, അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ ഒരു സൗഖ്യം വന്നേക്കാം എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്? ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യും? ആരെ കാണും? അവരെ പോയി കണ്ടാലോ, അവരോടൊരു വാക്ക് സംസാരിച്ചാലോ എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്? ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാ, നിങ്ങളുടെ ബുദ്ധിക്കൊക്കെ അതീതമായി, നിങ്ങളുടെ ചിന്തയ്ക്കൊക്കെ ഉപരിയായി സ്വർഗം മറ്റൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാൻ അല്ല നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ കാൽക്കുലേഷൻസ് അല്ല സംഭവിക്കാൻ പോകുന്നത്. അതിലുമൊക്കെ ഫാർ ബെറ്റർ പ്ലാൻ ദൈവത്തിനുണ്ട്. അത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണും. സാക്ഷാൽ കർത്താവ് നിങ്ങളുടെ അരികിൽ ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്കില്ല. മറ്റാരെക്കാൾ അധികം എനിക്ക് യേശുവിനെയാണ് വേണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇപ്പോൾ ഹോളി സ്പിരിറ്റ് നിങ്ങളോട് പറയുന്നു, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആ വിഷയം നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നുമല്ല അതിൻ്റെ വിടുതൽ കാണാൻ പോകുന്നത്. സ്വർഗത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്. അത് അവിടുന്ന് നേരിട്ട് നടപ്പിലാക്കും. അതെ, ഹോളി സ്പിരിറ്റിൽ ആശ്രയിച്ച് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നേരിട്ട് നടപ്പിലാക്കും. മാനുഷികമായ ആരുടെയും റെക്കമെൻഡേഷൻസ് വേണ്ട, ആരുടെയും സഹായം വേണ്ട. അതെ, ഇങ്ങോട്ട് നോക്കിക്കേ,
നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നേ, ഈ ലോകത്തിൻ്റെ കീഴിൽ ഒരു മനുഷ്യൻ്റെയും സഹായമില്ലാതെ കർത്താവിൻ്റെ കരം നേരിട്ട് നിങ്ങൾക്കായി ചിലത് ചെയ്യുവാൻ പോകുകയാണ്. അവിടുന്ന് നിങ്ങൾക്കായി അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ആ ആലോചന ഞാനും ശിരസാൽ ഏറ്റെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തി നാം കാണും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾക്ക് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്ലാൻസിനെ മൊത്തം അങ്ങ് മാറ്റിമറിച്ചതിനായി നന്ദി. ഞങ്ങൾ നിരത്തിവെച്ച സകല പ്ലാൻസിനെയും ഞങ്ങൾ പിൻവലിക്കുന്നു. ഞങ്ങൾ അടങ്ങിയിരിക്കാം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. യെസ് ലോർഡ്. ഭാരമേറിയ വിഷയത്തിൻ്റെ മേൽ അങ്ങയുടെ കരം ചലിക്കും. അങ്ങിപ്പോൾ ചിലതിനോട് അടങ്ങുവാൻ കൽപ്പിക്കും. ഹല്ലേലൂയ. താങ്ക് യു മൈറ്റി ഗാഡ്. അങ്ങിപ്പോൾ ചില ശാന്തതകൾ കൽപ്പിക്കും. അങ്ങ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ ബ്ലസ് ചെയ്യുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, കർത്താവിൻ്റെ കരം പ്രവർത്തിക്കും. അതിനെ തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ ഒരുമിച്ച് ആ വിടുതൽ കാണും. ബ്ലെസ് യു.